കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ പ്രിയം നിറഞ്ഞവരെ, ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 43-44 തിരുവചനങ്ങൾ. നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല, ചീത്ത വൃക്ഷം നല്ല ഫലങ്ങളും. ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു. മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴമോ ഞെരിഞ്ഞിലിൽ നിന്ന് മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ലല്ലോ. പ്രിയം നിറഞ്ഞവരെ, ഈ തിരുവചന ഭാഗം നമുക്ക് നൽകുന്ന മനോഹരമായിട്ടുള്ള സന്ദേശം ദിവ്യകാനീശോയുടെ മുമ്പിൽ നമുക്ക് ആഴത്തിൽ ധ്യാനിക്കാം. നാം എല്ലാവരും തന്നെ ആത്മീയമായും ഭൗതികമായും ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. എൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളാണ് ഫലമായിട്ട് മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാകുന്നത്. ഞാൻ നന്നായി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുകയും അതേസമയം പ്രാർത്ഥിക്കാത്ത സന്ദർഭങ്ങളിൽ കലഹപ്രിയനുമാണെങ്കിൽ അവിടെ ചെടിയും ഫലവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, വ്യത്യസ്തമായിത്തീരുന്നു. എൻ്റെ വാക്കുകളും പ്രവൃത്തികളും യോജിച്ചു പോകുന്നിടത്താണ് മുന്തിരിച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴവും അത്തിച്ചെടിയിൽ നിന്ന് അത്തിപ്പഴവും ലഭിക്കുന്ന മനുഷ്യരായിട്ട് നമ്മൾ മാറുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ പുറപ്പെടുവിക്കുന്ന ഫലങ്ങൾ അത് ആത്മാവിൻ്റെ ഫലങ്ങളാണ്. സ്നേഹവും സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ദയയും നന്മയും ആത്മസംയമനമൊക്കെ നമ്മൾ പുറപ്പെടുവിക്കുമ്പോൾ, ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കുമ്പോൾ തീർച്ചയായിട്ടും ക്രിസ്തുവിൻ്റെ അനുയായിയായി ക്രിസ്തുവിൻ്റെ പിന്നാലെ അനുഗമിക്കുന്ന വ്യക്തികളായി നമ്മൾ മാറുന്നു. അത് മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാവുകയും ചെയ്യുന്നു. അപരൻ്റെ കണ്ണുകൾക്ക് കാണാത്തതായിട്ടുള്ള അപരൻ്റെ സാന്നിധ്യം, അവർ തിരിച്ചറിയപ്പെടാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകാം. ആ ഒരു തിന്മയുടെ സ്വാധീനങ്ങളെയെല്ലാം തന്നെ ദിവ്യകാനീശോയുടെ മുമ്പിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കാം. നമ്മുടെ കുറവുകളും പോരായ്മകളും ബലഹീനതകളൊക്കെ ശരിയായ രീതിയിൽ ഉള്ളു മനസ്സിലാക്കുന്ന നമ്മുടെ ദൈവത്തിന് വ്യക്തമായി അറിയാം. എളിമയോടെ ദൈവത്തിന് മുമ്പാകെ കുറവുകളെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് ഉദ്ദേശിക്കുന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് ഞാൻ പരിശ്രമിക്കുമ്പോഴെല്ലാം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ ധന്യമായിത്തീരുന്നു. ഞാനുമായി കണ്ടുമുട്ടുന്നവർക്കും ഞാനുമായി ഇടപഴകുന്നവർക്കെല്ലാം ആ ആത്മാവിൻ്റെ ഫലങ്ങൾ അനുഭവവേദ്യമായി തീരുകയും ചെയ്യുന്നു. ഒരു നിമിഷം ദിവ്യകാനീശോയുടെ മുമ്പിൽ കണ്ണടച്ചു പ്രാർത്ഥിക്കാം. സ്നേഹനാഥനായ തമ്പുരാനെ, നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന നല്ല വൃക്ഷങ്ങളായി നീ ഞങ്ങളെ മാറ്റണമേ. ആത്മീയമായ അടിത്തറയിൽ ഞങ്ങളുടെ ജീവിതത്തെ വളർത്തി ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് എൻ്റെ കൂടെയുള്ളവർക്കും ചുറ്റുപാടുമുള്ളവർക്കും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ സാന്നിധ്യമായി എൻ്റെ ജീവിതത്തെ മാറ്റുവാനുള്ള വലിയ കൃപ അങ്ങ് ഞങ്ങൾക്കേവർക്കും നൽകിയാലും ദിവ്യകാരുണ്യനാഥ, ഞങ്ങളെ ഓരോരുത്തരെയും ആത്മാവിൻ്റെ ഫലങ്ങളാൽ അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിച്ചാലും. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹാലലിയ 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 ഹാലലിയ. ദൈവമേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. യേശുവേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ. ആരാധന 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. കൊടുങ്കാറ്റടിക്കും ആരവത്തോടെ അഗ്നിനാവുകൾ തൻ രൂപത്തോടെ. കൊടുങ്കാറ്റടിക്കും ആരവത്തോടെ അഗ്നിനാവുകൾ തൻ രൂപത്തോടെ. ഭൂമിയിളകും അഭിഷേക ശക്തിയായി, ഭൂമിയിളകും അഭിഷേക ശക്തിയായി. റൂഹായേ വേഗം ആഗതനാകണമേ. കൊടുങ്കാറ്റടിക്കും ആരവത്തോടെ അഗ്നിനാവുകൾ തൻ രൂപത്തോടെ. കൊടുങ്കാറ്റടിക്കും
കൊടുങ്കാറ്റടിക്കും ആരവത്തോടെ അഗ്നിനാവുകൾ തൻ രൂപത്തോടെ ഭൂമി ഇളകും അഭിഷേക ശക്തിയായി ഭൂമി ഇളകും അഭിഷേക ശക്തിയായി റൂഹായേ വേഗം ആഗതനാകണമേ പുതിയൊരു പെന്തക്കൊസ്ത ദിനമാകട്ടെ ഇന്ന് അഭിഷേക തീ കാറ്റാഞ്ഞു വീശട്ടെ ഇത് പുതിയൊരു പെന്തക്കൊസ്ത ദിനമാകട്ടെ ഇന്ന് അഭിഷേക തീ കാറ്റാഞ്ഞു വീശട്ടെ പുതുശക്തിയായി പുത്തൻ ഉണർവായി അഭിഷേകാഗ്നിയാൽ പൂരിതരാകട്ടെ പുതുശക്തിയായി പുത്തൻ ഉണർവായി അഭിഷേകാഗ്നിയാൽ പൂരിതരാകട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ.